السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. صلى الله على نبينا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്യുന്ന എന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗമല്ലാത്ത ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഷഹ്റുൽ മുബാറക് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വിശ്വാസി എന്തുകൊണ്ടായിരിക്കണം നന്ദി കാണിക്കേണ്ടത്? ആ നന്ദി കാണിക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കണം എന്ന് ഖുർആൻ പറയുന്ന പ്രധാനപ്പെട്ട 5 ഭാഗങ്ങൾ. അതിനകത്ത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 151, 152 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. അതിന്റെ അകക്കാമ്പ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയത്തിന്റെ സാരാംശം, നിങ്ങൾക്ക് വേദം ലഭിക്കപ്പെട്ടു, വേദം കൃത്യമായി പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചു. ഈ കാരണം ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പിന്നെ പടച്ചോൻ പറയുന്നത്, നിങ്ങൾ എന്നെ ഓർക്കണം. ആ ഓർമ്മയിലൂടെ മുന്നോട്ട് പോകുമ്പോ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. വഷ്കുറൂനി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. എന്ത് കാരണം കൊണ്ട് നന്ദി കാണിക്കണം? തിന്നാൻ തന്നുകൊണ്ട് നന്ദി കാണിക്കണം എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. ഇവിടെ വേദം കിട്ടിയോണ്ട് നന്ദി കാണിക്കണം എന്ന്, പ്രവാചകന്മാരെ നിയോഗിച്ചോണ്ട് നന്ദി കാണിക്കണം. അതിങ്ങനെ കമാ അർസൽനാ ഫീക്കും, നിങ്ങളിലേക്ക് അയച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് വരുന്നത്. അഥവാ ഈ വേദവും ഇതിനു മുമ്പുള്ള വേദവും ഒക്കെ കിട്ടിയതിന്റെ ബേസിലുള്ള ഒരു ശുക്ർ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പടച്ചോൻ എന്ത് ചെയ്യാണ് പറയാണ്, വഷ്കുറൂലി വലാ തക്ഫുറൂ. അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യണം, നിങ്ങൾ കുഫറിന്റെ ആൾക്കാരായി മാറരുത്. അപ്പൊ ഇതാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ വചനത്തിലൂടെ തന്നെ അത് കൃത്യമായി പ്രതിപാദിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി. അവിടെ പരാമർശം എന്താ? കുതുബിഹി, വേദങ്ങളിൽ. വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ അവതീർണമാകുന്ന അത്തരത്തിലുള്ള ആ പുസ്തകങ്ങളാണ് വേദപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങൾ ലഭ്യമാക്കപ്പെട്ടവരുടെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലായത് ഇബ്രാഹിം നബിന്റെ ഏടുകൾ ഉൾപ്പെടെ സുഹുഫി ഇബ്രാഹിം വമൂസ എന്നുള്ളടത്ത് ഒരു സുഹുഫ് ഉണ്ടല്ലോ, അതിനോട് ചേർത്തി തൗറാത്തും ഇഞ്ചീലും സബൂറും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതാണ്. പ്രവാചകന്മാർക്കൊക്കെയും
പ്രത്യേകമായ ശരീഅത്തുകൾ ഉണ്ടായവരുണ്ട്. തങ്ങളുടെ മുൻ പ്രവാചകന്മാരുടെ ശരീഅത്ത് നേരെ ഏറ്റെടുത്ത് ആ നിലക്ക് അതിന്റെ ഫോളോ അപ്പ് നടത്തിയ ആളുകളുണ്ട്. ഇതിന്റെ അവസാനത്തിൽ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരകക്കാമ്പ്, അതിന്റെ ഒക്കെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. മറ്റു വേദങ്ങളിലൊക്കെയുള്ള അവരുടെ കാലങ്ങൾക്ക് മാത്രമായി ബാധകമല്ലാത്ത എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനും എടുത്തു പറയുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിനുള്ള ശരീഅത്തുകളും ഉൾപ്പെടുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അപ്പൊ ആ മുമ്പുള്ള വേദങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CH മുസ്തഫയൊക്കെ പോലെയുള്ള ആളുകൾ സർവവേദ സത്യവാദത്തിന്റെ ചൂട്ട് പിടിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തെ വികലവാദങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം എന്താ? അപ്പൊ പ്രത്യേകിച്ച് 1-2 ഉദാഹരണങ്ങൾ മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കും. ഇപ്പോ നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ CH മുസ്തഫയുടെ ചില അവതരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോമ്പിന്റെ 2 ദിവസം മുമ്പ് വീഡിയോ വന്നതാണ്. നോമ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഒരു വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഫിദിയ കൊടുത്തിട്ട് അവർക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല, ഫിദിയ കൊടുത്തിട്ട് ഒഴിവാകാം. അതേപോലെ തന്നെ നോമ്പിന് ഈ കണ്ട പ്രതിഫലങ്ങളൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയണാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, കുറെ രാത്രിയിൽ നിസ്കരിക്കുക, അതേപോലെ തന്നെ ഇബാദത്ത് ചെയ്യുന്നതിന് വലിയ പ്രതിഫലം, എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ ഇങ്ങനെ ഇറങ്ങി വരിക, ഇതൊന്നുമില്ല എന്ന് വാദിക്കുന്നതിന്റെ പിന്നിൽ എന്തുകൊണ്ട് അങ്ങനെ വാദിക്കേണ്ടി വരുന്നത്? നോമ്പിന്റെ വിഷയം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും വരുമ്പോഴും സ്ത്രീ സമത്വം വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ അതിനകത്ത് പരിചയപ്പെടുത്തിയ ഒരു തലത്തിൽ നിൽക്കാൻ പറ്റാത്തത് മറ്റു വേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തണം. അപ്പോഴോ ആ വേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തുമ്പോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേദങ്ങളൊക്കെ ഈ മുഅ്ജിസത്ത് എന്ന പരിധിയിൽ വരുന്നതായിരുന്നില്ല. അതാത് കാലഘട്ടങ്ങളിലേക്ക് മാത്രം സംക്ഷിപ്തമായിട്ടുള്ള, ആ കാലഘട്ടങ്ങളിൽ തന്നെ അതിനുശേഷം കാലഹരണപ്പെട്ടു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. ആ വേദങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു എന്നും ആ വേദങ്ങളിലൊക്കെ സത്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അതൊക്കെ പടച്ചവനിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിക്കാത്തടത്തോളം നമ്മളുടെ ഈമാൻ ശരിയാവില്ല. പക്ഷെ ആ വേദങ്ങളൊക്കെ ഇപ്പോഴും ഒരാൾ അംഗീകരിച്ചു പോയാൽ അതും ശരി ഇതും ശരി എന്ന് പറയാൻ പറ്റൂല. കാരണം അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആകുന്നു അതിനെ അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതുമാണ്. അഥവാ ലോകാന്ത്യം വരെയുള്ള മനുഷ്യന്മാർക്ക് മുഹമ്മദ് നബിയിലേക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ മതിയായതാണ്. ആ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ സർവവേദ സത്യവാദത്തിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വേദങ്ങളൊക്കെയും സത്യമാണ്. പക്ഷെ വേദങ്ങളിൽ കാലം കഴിഞ്ഞപ്പോ ആ പ്രവാചകന്മാരിപ്പോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം അതിൽ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായി. അവർക്ക് വേണ്ടത് സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ മാറ്റിവെക്കുകയും ചെയ്തു അവരെ. പിന്നെ ആഡിങ്സുകൾ ഉണ്ടായി. അപ്പൊ അത് അതേ കൃത്യമായ അതേ റൂട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മളത് സ്വീകരിക്കാത്തതിന്റെ ഒരു കാരണം. എന്നാൽ വിശുദ്ധ ഖുർആനോ, ആ ഖുർആൻ കൃത്യമായി ഒരാശയത്തിനും കേടുപാടുകളില്ലാതെ അള്ളാന്റെ റസൂല് കേട്ട തന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾക്ക് ഈ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തുന്ന വിധത്തിൽ, മീൻസ് സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വേറെ അർത്ഥത്തിലല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എല്ലാ വേദങ്ങളും സത്യങ്ങളാണ് എന്ന സത്യമാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ആ ഖുർആനാണ് നമ്മുടെ പ്രമാണം.
വിശുദ്ധ ഖുർആനാണ് പ്രമാണം. ആ ഖുർആനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? അതാണ് പറയുന്നത്. ഖുർആനോടുള്ള നമ്മുടെ സമീപനം, നമ്മളും ഖുർആനും ഈ മാസത്തിൽ പ്രത്യേകിച്ചും ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നമ്മളും ഖുർആനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? എവിടെയാണ് ആമന റസൂൽ എന്നുള്ളത് മുതൽ തുടങ്ങുന്ന ആ ഭാഗത്ത് കുതുബിഹി എന്നതിന്റെ ആ വിശ്വാസ തലം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എപ്പോഴാണ് ഒരാളുടേത് റെഡി ആയിത്തീരാ? ഈ വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാ കാലത്തും ഇറങ്ങിയിരുന്നത്? അതിലൂടെ മനുഷ്യന്മാര് സംസ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മനുഷ്യരിലേക്കുള്ള സംസ്കരണ പ്രവർത്തനമാണ് വേദങ്ങളുടെ ധർമ്മം. അപ്പൊ ആ വേദങ്ങളുടെ അന്തിമ വേദമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളും ഖുർആനും എതിർചേരികളിലാണ് എങ്കിൽ വേദങ്ങളിൽ നമുക്ക് വിശ്വാസമല്ല എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലുള്ള നമ്മുടെ വിശ്വാസം അട്ടർലി ഫ്ലോപ്പാണ്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഞാനും ഖുർആനും എവിടെ നിൽക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുമല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഓരോ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ചേതോ വികാരം എന്തായിരിക്കണം? കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അതിൽ ഇബാദത്തുകളുടെ വിഷയം എടുക്കാം, അഖീദയുടെ വിഷയം എടുക്കാം. അപ്പൊ അഖീദ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വേദത്തിനകത്തുള്ളത് എന്താണ്? യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ചോ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടാണ് ആരാധനകൾ സമർപ്പിക്കേണ്ടത്. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അവനാണ് ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഫലസമൃദ്ധിയൊക്കെയും അവന്റെ പ്രൊഡക്റ്റുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവന് നിങ്ങൾ സമന്മാരുണ്ടാക്കരുത്. അപ്പോഴോ ആ സമന്മാരുണ്ടാക്കാൻ വേണ്ടി വേദത്തെ വളച്ചൊടിക്കുക അല്ലെ? അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ CH മുസ്തഫയെ സർവ്വവേദ സത്യവാദിയായിട്ട് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്ത് ഞാൻ റമളാൻ മാസത്തിൽ ഇങ്ങനെ ഒരു വിമർശനം പറയാൻ വേണ്ടി ഒരു ഗണന നടത്താൻ വേണ്ടി വന്നതല്ല, മറിച്ച് വളരെ കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും ജാഗരൂകരായിരിക്കണം. നമ്മുടെ നോമ്പ് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെയാണോ നോക്കണല്ലോ. നമ്മൾ ഖുർആൻ പറഞ്ഞ അർത്ഥത്തിൽ നോമ്പ് നോക്കാൻ യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാം നമുക്ക്, ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്ന് ഈ അഖീദയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത് ഫലാ തുജഅലു ലില്ലാഹി അൻദാദ, ഒരു സമന്മാരെയും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പടച്ചവനിലേക്ക്. അതാ അസ്ല്, അതാണ് അടിസ്ഥാനം. പിന്നെ അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മെ സഹായിക്കാനോ നമ്മെ ഉപദ്രവിക്കാനോ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അതിനപ്പുറത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ആ കഴിവ് കൊടുത്തിട്ടില്ല. ഇത് ഖുർആന്റെ നസ്സാണ്. അപ്പൊ ഇതിന് എതിരായി വേറെന്തെങ്കിലും സംഗതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സുന്നത്തല്ല. അപ്പോ ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ കണ്ടൊരു മെസ്സേജ് എന്താണെന്ന് അറിയാം. ഞാൻ അതിന്റെ ആശങ്ക പല ആൾക്കാരായിട്ട് പങ്കുവച്ചു. ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു ടീം ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി ക്വിസ് റമളാനൊക്കെ ആയതുകൊണ്ട് അടിച്ചിറക്കാണ്. എന്നിട്ടോ അതിനകത്ത് ഒരു വിശ്വാസിയുടെ പ്രമാണങ്ങളുടെ ക്രമവുമായി ബന്ധപ്പെട്ട ചോദ്യം വരിക. ഞാൻ അതിന്റെ ചോദ്യങ്ങളൊക്കെ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായില്ലേ. എന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഖുർആനും ഹദീസും ഒന്നു തന്നെ, ഖുർആനും ഹദീസും ഒന്നു തന്നെ, ഖുർആൻ മാത്രമാകുന്നു ശരി. അടുത്ത ഓപ്ഷൻ പിന്നെ ഹദീസ് വേണ്ടതിനൊക്കെ ആവശ്യമുള്ളതിന് എടുക്കാം, ഇല്ലാത്തതിന് എടുക്കണ്ട. ഇതിങ്ങനെ തന്നെ ചെറിയ വാക്കുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഞാനത് കാണാൻ പറയണുണ്ട്. ഇതെന്താ, എന്തിന്റെ ഉദ്ദേശം? അത് സമൂഹത്തെ വേദത്തിൽ നിന്ന് അകറ്റാനുള്ള ഉദ്ദേശം. വേദത്തിന്റെ അന്തസത്തയിൽ നിന്ന് ആൾക്കാർ അകറ്റുക, എന്നിട്ടോ ആളുകളെ മൊത്തം ഒരു പുറംപൂച്ചിലേക്ക് കൊണ്ടുവരിക, ആളുകൾക്ക് തോന്നലുണ്ടാക്കുക. ഈ വേദത്തെക്കാൾ വലുതാണ് ഹദീസുകൾ എന്നുള്ള തോന്നലുണ്ടാക്കുക. ഖുർആനേക്കാൾ വലുതാണ് ഹദീസുകൾ. ഹദീസുകൾ അല്ല, സാക്ഷാൽ ശരിക്കും നമ്മൾ സാങ്കേതിക ഭാഷയിൽ പറയുന്നത് സുന്നത്ത്. സുന്നത്ത്, അതിനെ നമുക്ക് ഹദീസ് എന്ന നിലക്കും പറയാം.
എന്നേ ഉള്ളൂ. സുന്നത്തിനെ നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ ഹദീസുകൾ മാത്രമാണ് സോഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഹദീസിനകത്ത് മഖബൂലും മർദൂദും ഉണ്ടാവും, തള്ളപ്പെടേണ്ടത് സ്വീകരിക്കേണ്ടതും ഉണ്ടാവും. ഈ വ്യത്യാസങ്ങളെ, ഈ ഒരു കൃത്യമായ സംഗതിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് സമ്മതിക്കാതിരിക്കുന്ന ഒരു ടീം സാധാരണ ജനങ്ങളിലേക്ക് അച്ചടിച്ചു വിടുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട ക്വിസിൽ പോലും ഇത്തരം സാധനങ്ങൾ ഇൻജക്ട് ചെയ്യാനുള്ള പരിസരങ്ങൾ ഉണ്ടാകുന്നു. നമ്മളിവിടെ വേദഗ്രന്ഥങ്ങളുടെ പ്രാമാണികതയെ കുറിച്ചൊക്കെ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹ് പറഞ്ഞത് ഖുർആൻ കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ ശുക്ർ ചെയ്യണം. ആ ശുക്ർ എങ്ങനെ? ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് ബോധപൂർവം പറഞ്ഞ ശുക്ർ എന്നുള്ള സംഗതി നമ്മളിങ്ങനെ പറഞ്ഞു പോയ വൈഡായി പോവും. നമുക്ക് അടുത്ത നിസ്കാരത്തിന് സമയമാകാൻ. അപ്പോ ശുക്ർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിന്റെ രണ്ട് രീതിയുള്ളത്. ശുക്ർ ചെയ്യൽ എന്തൊക്കെ ഭാഗങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടൊക്കെ ഉള്ള ശുക്ർ ഉണ്ട്. ശുക്ർ ചെയ്യുന്നതിന്റെ രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ സംഗതി കിട്ടിയതിന്റെ പേരിലുള്ള ശുക്ർ, രണ്ടാമത് ആ സംഗതി കൊണ്ട് തന്നെയുള്ള ശുക്ർ. ഖുർആൻ നമുക്ക് കിട്ടിയതിന്റെ പേരിൽ പടച്ചോനെ എനിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ, അൽഹംദുലില്ലാഹ്, ഒരു ശുക്ർ. രണ്ടാമത്തെ ശുക്ർ എന്താ? ഖുർആൻ കൊണ്ട് അമല് ചെയ്തു കൊടുക്കുക. അമലും ബിഹി, തഖ്വയുടെ ഭാഗമായി അലി റളിയല്ലാഹു അൻഹു 4 കാര്യങ്ങൾ അർക്കാന് പഠിപ്പിച്ചപ്പോ വൽ അമലു ബിഹി എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അല്ലെ എന്താ പറയാ, ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ, ഇറങ്ങിയതിനനുസരിച്ച് പണിയെടുക്കാന്ന് പറയുന്നത്. ആ അമല് പ്രത്യേകം ഉണ്ടാവണം. ഇനി നോക്കൂ നിങ്ങള്, നമ്മള് അഖീദയുടെ വിഷയം, ഇനി ആരാധനയുടെ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റേണ്ട നിലപാടെന്താ? വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് നമ്മളെ ഇബാദത്തുകൾ നടക്കുന്നത്. ഖുർആൻ പറയാ സൂറത്തുൽ നൂറിലെ 37-ാമത്തെ വചനം, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാത്ത്. നിസ്കരിക്കണു, അല്ലാഹനെ ഓർക്കണു, സകാത്ത് കൊടുക്കുന്നു. ഇതൊന്നും എന്തില്ല, വേറെ പ്രേരണകളൊന്നുമില്ല, ഒറ്റ പ്രേരണ മാത്രം. നമ്മൾ വേദത്തിൽ വിശ്വസിക്കുന്നവരാണോ? എങ്കിൽ എന്താ പ്രേരണ അറിയോ? യഹാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകളും ഹൃദയങ്ങളും ഇളക്കി മറിക്കപ്പെടുന്ന ഒരു ദിവസത്തെ പേടിയാണ് അവർക്ക്. അപ്പൊ ഞാനും നിങ്ങളും വേദത്തിന്റെ ആൾക്കാരാണ് എപ്പോഴാ പറയാൻ പറ്റുക? ഖുർആൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ആ ശുക്രിന്റെ ആ തലം അവിടെ ഉണ്ടാകണം. ഇനി എന്താ സോഷ്യൽ വെൽഫെയർ നടത്താൻ നമുക്കുള്ള മോട്ടിവേഷൻ? അതിന്റെ പ്രചോദനം എന്താ? ഖുർആൻ പറയാം, വയുത്തഇമൂന ത്വആം അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. തടവുകാർക്കും പാവപ്പെട്ടവർക്കും അനാഥ മക്കൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നവരാണ്, പാർപ്പിടം ഒരുക്കി കൊടുക്കുന്നവരാണ്, എല്ലാ വിധത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നവരാണ്. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ് പ്രതീക്ഷ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളൊന്നും ഞങ്ങൾ പാരിതോഷികമൊന്നും തരണ്ട, ഒരു കോമ്പൻസേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ തലം എന്ന് പറയുന്നത്. നോമ്പിന്റെ കാര്യം മാത്രം പറയുന്നത് അവസാനിപ്പിക്കാം. നോമ്പ് ആരാ നോക്കേണ്ടത്? ഖുർആൻ പറയുന്നുണ്ട്, വേദം നമ്മളെ പഠിപ്പിക്കുകയാണ് നോമ്പ് ആരാ നോക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യാം? നമ്മുടെ സ്ട്രെസ് മുഴുവനും തഖ്വയിലാണ്. തഖ്വ ഒരു സംശയമില്ല, തഖ്വ തന്നെയാണ് നോമ്പിൽ നിന്ന് കിട്ടുക. പക്ഷെ ആർക്ക്? CH മുസ്തഫയെ പോലെയുള്ള നവീനവാദികൾക്കും ഇസ്ലാം ദീനില് ഇസ്ലാഹ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? പക്ഷേ ഈ ഇസ്ലാഹിലൂടെ എല്ലാം ഒഴിവാക്കുന്ന പരിപാടിയല്ല. വിശുദ്ധ വേദത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇസ്ലാഹാണുള്ളത്. വേദത്തിന്റെ ഇസ്ലാഹിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണങ്ങളിലൂന്നിയിട്ടുള്ളതാണ്. അപ്പോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള ആൾക്കാരെ നിങ്ങൾ നോമ്പടിക്കും. അപ്പൊ ഈമാൻ എന്താ? അതും ഖുർആൻ പറഞ്ഞു തരാണ്. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ.
നിർഭയത്വം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധനാണ് ഈമാൻ. എനിക്ക് നിർഭയത്വം ഉണ്ടോ? എന്റെ ജീവിതത്തിൽ ആ നിർഭയത്വത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? ശിർക്കൊന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിർഭയത്വം ഉണ്ടാവും, ഒന്നിനെയും പേടിക്കേണ്ടാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ നോമ്പെടുത്താൽ ഓൾക്ക് തഖ്വ മാത്രല്ല കിട്ടുക. തഖ്വ കിട്ടുന്നതിലൂടെ എന്താണ്? വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാ, നിങ്ങൾ ഈമാനും തഖ്വയുള്ള ആൾക്കാരെ ഇപ്പോൾ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും. അപ്പൊ ഷഹ്റുൻ മുബാറക് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഷഹ്റുൻ മുബാറക് നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല, നിഷേധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞ ഒരു റൂട്ട് തന്നെയാണ് അതിന് വരുന്നത്. അപ്പൊ വേദഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ സ്ഥാനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം വിശുദ്ധ ഖുർആനിനാണ്. വേദഗ്രന്ഥത്തിന്റെ പിന്നെ ആ ഒരു സീക്വൻസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഖുർആൻ മാത്രാണുള്ളത്. ആ ഖുർആനിന്റെ അനുയായികളായിട്ടാണ് ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്തും ഖുർആനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്നത്. ഇനി വേറൊരു വേദത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഖുർആൻ ആ നിലക്ക്. അതുകൊണ്ടാണ് മുൻ വേദങ്ങളിലൊക്കെ ഇനി വരാൻ പോകുന്ന പ്രവാചകനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള സൂചനകൾ നൽകുന്നത്. അപ്പൊ ആ നിലക്ക് കാര്യങ്ങളെ വിശദമായി പഠിക്കാനും ആലോചിക്കാൻ നമ്മൾ ശ്രമിക്കുക. വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത്? ആ ഖുർആൻ പറയുന്ന ജീവിതക്രമം നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതും നമ്മുടെ ജീവിതവും വേറെ വേറെ സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമുക്ക് ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും കിട്ടിയെന്ന് വരൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങളെ നമ്മൾ പരിഗണിക്കുകയും നമ്മുടെ ജീവിതവും ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാക്കാനായി ഈ പരിശുദ്ധ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലമുണ്ട്. അതിൽ കവിഞ്ഞ് ഒരു ലൈസൻസും ഇല്ലാതെ സാമ്പത്തിക രംഗം കുത്തഴിച്ചു വിടുന്നു, പിന്നെ കുടുംബ ജീവിതത്തിൽ യാതൊരു നിഷ്ഠയില്ലാതെ പോകുന്നു, അതേപോലെ തന്നെ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധയില്ല. ഓക്കെ എന്നാ ശരി, അലിഫും ലാമും മീമും ഒക്കെ വേറെ വേറെ ഹർഫാണ്, 10 10 10 30 പ്രതിഫലം അതിനെന്നെ കിട്ടും എന്ന് വിചാരിച്ച് മനക്കോട്ട കെട്ടണ്ട. ഞാൻ നിങ്ങളൊക്കെ ആ കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രതയും പിന്നെ ശ്രദ്ധയും ഒക്കെ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി ഖുർആനിന്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ, ആ ഖുർആനിന്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ലാത്ത ഹദീസുകൾ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെ വളരെ മാന്യമായി തന്നെ നമ്മൾ മാറ്റിവെക്കാൻ. അത് ഹദീസ് നിഷേധത്തിന്റെ ഭാഗമല്ല. ഓക്കെ, ഖുർആനുമായി ബന്ധപ്പെടുത്തി ഖുർആൻ എന്താണോ നമ്മളോട് പറയുന്നത് ആ ഖുർആന് നേരെ എതിരായിട്ടുള്ള ഒരു സംഗതി ഇപ്പൊ പ്രത്യേകിച്ച് പ്രമാണങ്ങളായിട്ട് പിന്നെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോ ആ ഖുർആനിന്റെ സ്വീകാര്യതക്ക് നിരക്കാത്ത കാര്യം ഹദീസുകളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ലേബൽ ഒട്ടിച്ചിട്ട് അതിനങ്ങട്ട് കൊണ്ടുവരാൻ വേണ്ടി ഖുർആൻ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ല വേണ്ടത്. മറിച്ച് ഖുർആൻ വാക്യങ്ങളോട് യോജിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ വാക്യങ്ങളുടെ വിശദീകരണമായി വരുന്നത് രണ്ട് രൂപത്തിലും വരും. അങ്ങനെയുള്ള ഹദീസുകളാണ് സുന്നത്തിന്റെ പരിധിയിലേക്ക് കയറി വരിക. ആ ഹദീസുകളെയും നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. ഖുർആൻ ഒന്നാം പ്രമാണമായും അതുകൊണ്ട് തന്നെ പിന്നെ ഹദീസുകളെ നമ്മൾ സ്വഹിഹായ ഹദീസുകൾ രണ്ടാം പ്രമാണത്തിന്റെ ഭാഗത്തും ഇങ്ങോട്ടും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. ഈ കാര്യത്തിൽ നമുക്കൊരു ജാഗ്രത ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ തകർക്കും. അത് പടച്ചവനായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് റമളാൻ എന്ന് പറയുന്നതിനെ നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും, ഇത് പല പിന്നെ ആളുകളും പല രൂപത്തിലും പ്രതികരിച്ചിട്ടുണ്ട് റമളാനുമായൊക്കെയായി ബന്ധപ്പെട്ട്. അതിൽ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഇംസാക്കിന്റെ തലങ്ങളെ നമ്മളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു മാസമാണ് റമളാൻ. അതുകൊണ്ടാണ് റമളാനിൽ നമ്മളിത് ട്രെയിൻ ചെയ്താൽ അതുകൊണ്ട് മെച്ചമുണ്ടാവും എന്ന് പറയുന്നത്. ഏതൊരു സംഗതി അഡിക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അനുവദിക്കുന്ന ടൈമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി.
10-21 ദിവസമൊക്കെയാണ് കൊടുക്കുക. അപ്പൊ അവിടെ പടച്ചോൻ എന്ത് ചെയ്യാണ്, നമുക്ക് മാറാനുള്ള നോമ്പ് പരിചയാക്കാൻ ആവശ്യമായ ഒരു കൃത്യമായ ഡേറ്റ് ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്. 29-30 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഉപവാസത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോ കേവലം വയറ്, പിന്നെ നാവ്, അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടികൾ എല്ലാം അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുന്നു, നാവിനെ നമ്മൾ നിയന്ത്രിക്കുന്നു, ലൈംഗിക അവയവത്തെ നിയന്ത്രിക്കുന്നു. നമുക്ക് അനുവദനീയമായ കാര്യം തന്നെ പകൽ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റണം. അതിൽ നമ്മുടെ വിശ്വാസം തന്നെയാണ് പ്രധാനപ്പെട്ടത്. ആ വിശ്വാസ തലങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് നമ്മളെന്ന് നമ്മൾ അരക്കെട്ടുറപ്പിക്കണം. ഓരോ വിഷയങ്ങളിൽ നമ്മുടെ വൈയക്തിക, കുടുംബ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലെമ്പാടും പടച്ചവൻ വിരോധിച്ച കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ തൗബ സ്വീകരിക്കുകയും ചെറിയ പാപങ്ങളൊക്കെ പുറത്തു തരികയും തൗബനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അത്രയും അനുകൂലമായ സാഹചര്യമുള്ള ഒരു മാസമാണ് റമദാൻ. ഈ റമദാനില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തൗബ സ്വീകരിക്കുമോ എന്ന് നമ്മൾ ഖുർആനെ നോക്കണ്ടേ? ഖുർആനെന്നും സുന്നത്തും തന്നെ നോക്കണ്ടേ? അപ്പൊ ഖുർആൻ തന്നെ ഡയറക്റ്റ് ഈ വിഷയം പറയുന്നുണ്ട്. ആരുടെ തൗബ അള്ളാഹ്ക്ക് ആവശ്യം, ആരുടെ തൗബ ആവശ്യമില്ലാത്തത്. ഇന്നമ തൗബത്തു ലൈസത്തി തൗബത്തു എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ നിസായിലെ 17-18 ഞാൻ ആയത്ത് ഓതണില്ല. ഈ ആയത്തിന്റെ പരിധിയിൽ നമ്മൾ പെടുവോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം വേദം നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു, നമ്മളും ഖുർആനും എവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനെ വേരോടെ പിഴുതെറിയണം. തെറ്റ് സംഭവിച്ചതിൽ ഖേദമുണ്ടാകണം, തെറ്റിലേക്ക് ഇനി മടങ്ങി പോകൂലാന്ന് തീരുമാനിക്കണം. അതെന്നെ എങ്ങനത്തെ തെറ്റാവണം? അറിവില്ലാത്തതുകൊണ്ട് ചെയ്ത തെറ്റാവണം. ഇനി ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ഇപ്പൊ നമ്മളെ ഭാഗത്ത് നോമ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ മുമ്പ് ചെയ്ത തെറ്റുകൾ എന്തൊക്കെ തെറ്റുകളെയാണോ നമ്മൾ പശ്ചാത്താപം ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് 1, 2, 3, 4 നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നത്, ആ തെറ്റുകളെ അറിവില്ലാത്തത് കൊണ്ടുള്ള തെറ്റ് എന്ന് പറയാൻ പറ്റുമോ? കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആള്, നിങ്ങൾ ആലോചിച്ചു, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന, ഞാൻ അവസാനിപ്പിക്കാൻ, കൃത്രിമം കാണിക്കുന്ന ആള് റമദാൻ മാസത്തിൽ മാത്രം കച്ചവടം കൂട്ടിയിട്ടിട്ട് തൗബ ചെയ്തിട്ട് ബാക്കി 11 മാസം കഴിഞ്ഞിട്ട് ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത തൗബ ചെയ്യാം, അതാണോ? അല്ല, ഇഖ്ലാഉദ്ദംബാണ്. ഈ വേരോടെ പിഴുതെറിയണം. ഇതാ വേദം പഠിപ്പിക്കുന്ന സന്ദേശം. ഇങ്ങനെ വേദത്തെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വേദവും നമ്മളും ഒരു ചേരിയിൽ ഇങ്ങനെ ആകും. അതിനു വേണ്ടിയിട്ട് പ്രവാചകന്മാരൊക്കെ വന്ന്, ഇനി പ്രവാചകന്മാരും വരൂല, നമ്മളെ ഏൽപ്പിച്ചു പോയതാണ് അല്ലെ ആ കാര്യങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മള് യോഗ്യരാണോ എന്ന് പരിശോധിക്കാൻ, അതിന് നമ്മൾ വേദത്തെ ബേസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതിയും നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്നും എക്സാജുറേഷൻ ആയിട്ട് തോന്നൂല, ഒരു പർവ്വതീകരിച്ച് പറഞ്ഞതാണെന്നൊന്നും നമുക്ക് തോന്നൂല. അതൊക്കെ അതിന് കിട്ടാൻ തന്നെ എന്നുള്ള ബോധ്യമാണ് നമുക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പാപമോചനം നൽകുമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഉള്ള യോഗ്യതയൊക്കെ നേടിയെടുക്കാൻ ആവശ്യമായ രൂപത്തിൽ ക്രമീകരണങ്ങൾ വരുത്താൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ റമദാന്റെ ഓരോ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി പടച്ചവന് ശുക്ർ ചെയ്ത് ജീവിക്കാൻ, നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്ക് ഒരു അറബി കവി പറഞ്ഞതുപോലെ, മൻ അറാദ ജലീസ ഫൽ ഖുർആനു യക്ഫി. ഒരാൾക്ക് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടുകാരനെ കൂട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരനായിട്ട് അവൻ എന്ത് മതി? ഖുർആൻ മതിയായതാണ്. അപ്പൊ ആ ഖുർആനിനെ കൂട്ടുകാരനായി കൂട്ടി, നമ്മുടെ മനസ്സിന്റെ കൂട്ടുകാരനായി ആ ഖുർആനിനെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിന്റെ A to Z കാര്യങ്ങളിൽ ഞാനും ഖുർആനും തമ്മിൽ ഒരു ബാലൻസിങ് ഉണ്ടാകുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഒക്കെ അല്ലാഹു അവന്റെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ഒരുമിച്ച് ഊട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി